നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബസ്സിനുള്ളിലിരുന്ന് സ്വയംഭോഗം ചെയ്യുന്നു. ബസ്സിനുള്ളിൽ ഇരുന്നിട്ട് അടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ മാറിലേക്ക് ഉറ്റുനോക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരെല്ലാം ഒരു വിഭാഗം വളരെ രീതിയിൽ അവരെ വിമർശിക്കുമ്പോൾ ഈ പരാതി പറഞ്ഞ സ്ത്രീകൾ ആരാണോ അവരുടെ വസ്ത്രത്തെ കുറ്റം പറഞ്ഞ് മറ്റു ചിലർ വരുന്ന സാഹചര്യം അതിപ്പോൾ തുടരെ ആവർത്തിക്കുന്നുണ്ട്. സവാദിന്റെ കേസിലായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആ ബസ്സിലുണ്ടായ ഇൻസിഡന്റ് ആയാലും ഒരു വിഭാഗം കുറ്റക്കാരെ വിമർശിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ പരാതി പറഞ്ഞത് ആരോ അവരുടെ വസ്ത്രത്തെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാമല്ലോ, നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ ശക്തമാകുന്നുണ്ട്. ശരിക്കും ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കപ്പെടുമ്പോൾ അവരുടെ വസ്ത്രധാരണം വെച്ച് വിമർശിക്കുന്നത് ശരിയായ ഒരു നടപടിയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഒരു വ്ളോഗർ യാത്ര ചെയ്യുന്നതിനിടയ്ക്കാണ് ഒരു സംഭവം ഉണ്ടായത് അല്ലേ, അടുത്തതായിട്ട്. അത് നന്നായിട്ട് സാരി ഉടുത്ത ഒരു വ്ളോഗർ തന്നെ, ഏഞ്ചൽ ബേബി എന്നുള്ളതാണ് പേര്. നന്നായിട്ട് തന്നെയാണ് സാരി ഉടുത്തത്. അപ്പോൾ അവർ ഇട്ടേക്കുന്ന വീഡിയോ ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യൻ അവരുടെ മാറിടത്തിലേക്ക് തുറച്ചു നോക്കുന്നു എന്നുള്ളതാണ് അതിൽ വരുന്നത്. ഇത് രണ്ട് വശങ്ങളും പറയുന്നുണ്ട്. നമ്മൾ കമൻറ്റുകളും മെസ്സേജുകളും ഒക്കെ നോക്കുമ്പോഴത്തേക്കും രണ്ട് വശം പറയുന്നുണ്ട്. നന്നായിട്ട് വസ്ത്രം ധരിച്ച് ഇപ്പം സാരി ഒരു സെക്സി ഡ്രസ്സാന്ന് പറയും. സാരി പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അത് ഈ പറയുന്നതാണ് കാണിക്കേണ്ടുന്ന ഭാഗങ്ങൾ ചിലത് കാണിച്ചുകൊണ്ട് ഉപയോഗിക്കാം, ഇത്ര പെർസെൻറ്റേജ് കാണിക്കാം. ഇനി വയർ കാണിക്കേണ്ടുന്നവർക്ക് അങ്ങനെ സാരി ഉടുക്കാം. എന്നാൽ മാന്യമായി എല്ലാം പുതച്ചു മൂടി ഉടുക്കുകയും ചെയ്യാം. ഏത് രീതിയിലും സാരിയെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് സാരിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഒരു സെക്സി ഡ്രസ്സായിട്ട് ഉപയോഗിക്കാം, മാന്യമായിട്ടുള്ള ഒരു വസ്ത്രമായിട്ട് ഉപയോഗിക്കാം. അതാണ് സാരി. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ജെൻസി കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ എക്സ്പോസ് ചെയ്ത് ഒരു ന്യൂ മോഡൽ ഡ്രസ്സിങ് സ്റ്റൈലിൽ സാരി ആക്കിയിട്ടുണ്ട് പല രീതിയിൽ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒരു വ്ളോഗിൽ ഈ ഒരു പെൺകുട്ടിയുടെ സാരി വളരെ മാന്യമായിട്ട് തന്നെ ഉടുത്തേക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്ലീറ്റൊക്കെ നന്നായിട്ട് ഇത് ചെയ്തു, നന്നായിട്ട് പൊതിഞ്ഞ് തന്നെയാണ് ഉടുത്തിരിക്കുന്നത്. ഇനി പ്ലീറ്റിൻ്റെയൊക്കെ ഇടയിലൂടെ അത് പ്ലീറ്റ് നന്നായിട്ട് വരിഞ്ഞ് തന്നെയാണ് പിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനിടയിലൂടെ എന്തായാലും കാണാൻ പറ്റത്തില്ല അമ്മാവന്. അപ്പോൾ പ്രായം ചെന്ന മനുഷ്യൻ എന്തായാലും കാണാൻ പറ്റും. അത് ആ മനുഷ്യനും അറിയാം. പിന്നുള്ളത് മൊബൈലാണ്. സാധാരണ നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഈ പ്രായം ചെന്ന ആൾക്കാരൊക്കെയാണ് അടുത്തിരിക്കുന്നത്. അവർ വന്ന് നോക്കും ഇങ്ങനെ. നമ്മൾ യൂട്യൂബും ഒരുപക്ഷെ അവർക്ക് ഈ മൊബൈൽ ഫോണൊന്നും കൂടുതൽ കൈകാര്യം ചെയ്യാൻ അറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇത് അനുഭവമില്ലേ ഉണ്ട്. അത് ആ പ്രായം ചെന്ന അമ്മമാരാണെങ്കിലും അച്ഛന്മാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ എന്തെങ്കിലും പാട്ടുകളോ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് സൗണ്ടും കൂടി ഇട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവർക്ക് ഇതിനെപ്പറ്റി അറിവില്ല. എന്നാൽ ചില പ്രായം ചെന്ന ആൾക്കാർക്ക്, മനുഷ്യർക്ക്, കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഈ ടച്ച് ഫോണുകൾ, ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ യൂസ് ചെയ്യാൻ അറിയാം. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും അറിയില്ല, ഞാൻ ഉള്ളത് പറയാമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നാൽ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന ഓടി വന്ന് നോക്കും ഇതെന്താണ്. അവർക്കതൊരു ആകാംക്ഷയാണ്. നമ്മൾ യൂട്യൂബോ ഇൻസ്റ്റ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഒന്നും അവർക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചപ്പം പുള്ളി ചിലപ്പം ഈ ഫോൺ ഇങ്ങനെ ഇവരിങ്ങനെ നോക്കുന്ന കണ്ടപ്പോൾ നോക്കിയതാവാം എന്ന് ഒരു വിഭാഗം പറയുന്നു. ഇനി ആ നോട്ടം ഫോണിലോട്ടാണ്, ആ ഒരു സൂക്ഷ്മത നോക്കിയ ഫോണിലോട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അവർ കർക്കശമായിട്ട് തന്നെ പറയുന്നു, അല്ല, അതിനു മുമ്പേ ശല്യം ചെയ്തു, ഞാൻ അവസാനം ഒരു മുട്ടുപിൻ വെച്ച് കുത്തി, എന്നിട്ട് ഞാൻ അപ്പോഴ് ഇറങ്ങിപ്പോയി എന്നൊക്കെ, അദ്ദേഹത്തിൻ്റെ ബാഗിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അങ്ങനെ ആയിക്കോട്ടെ, ആ സമയം വരെ ഈ ഫോണും പിടിച്ച് ഈ വീഡിയോ എടുത്തിരിക്കുന്ന സമയം മതിയല്ലോ. തൊട്ടടുത്തിരിക്കുന്ന ആരോടെങ്കിലും പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ, ഈ വ്യക്തിയെ പോലീസിൽ ഏൽപ്പിക്കാൻ, അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവുകളും കിട്ടിയല്ലോ. അപ്പോൾ അതുവരെ ഒന്നും മിണ്ടാതെ ഇരുന്ന് ഇതെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് ഈ പറഞ്ഞ വ്ളോഗ് ചെയ്തിട്ട് കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നേടിയിട്ട് ഇദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം അതേ ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ട് വശവും ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. ഇനി ഈ ഏഞ്ചൽ ബേബി എന്ന് പറയുന്ന അവരുടെ വ്ളോഗേഴ്സിൻ്റെ നേരത്തെ ഉള്ള ഇതൊക്കെ എടുക്കുമ്പം തന്നെ പലരും കമൻറ്റുകൾ വരുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സിനെ കയറ്റാൻ വേണ്ടി 999 രൂപ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വീഡിയോസ് എടുക്കണം. അപ്പോൾ അവരുടെ ആ ഒരു വ്ളോഗിങ്ങിൽ തന്നെ അവരുടെ ഡ്രസ്സിങ് ആയാലും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഈ മാലോകരെല്ലാവരും അല്ലെ ഈ പറയുന്ന ആൾക്കാരെല്ലാം കാണുമ്പം അദ്ദേഹം കാണുന്നതിൽ എന്താ കുഴപ്പം? അദ്ദേഹം നേരിട്ട് കാണുന്നു, മറ്റേത് റീലിലൂടെ കാണുന്നു. ഇതെല്ലാം നമ്മൾ തുറിച്ച് നോക്കുകയല്ലേ ചെയ്യുന്നേ. ഇപ്പോൾ ഫോണിൽ ഇൻസ്റ്റയിൽ ഏതൊരു വ്ളോഗിങ് ആയാലും യൂട്യൂബേഴ്സ് ആണെങ്കിലും അങ്ങനെ ഇപ്പം ആക്ടിങ് ചെയ്യുന്നവരാണെങ്കിലും നമ്മളുടെ ഡ്രസ്സിങ്, അതായത് നമ്മൾ തീരുമാനിക്കും എത്ര പെർസെൻറ്റേജ് എക്സ്പോസ് ചെയ്യണം,
100% എക്സ്പോസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അതാരും കാണില്ല. മാന്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇനി അതല്ല എൻ്റെ ഡ്രസ്സിൻ്റെ അല്ലെ എൻ്റെ ശരീരഭാഗങ്ങൾ ഇത്ര ശതമാനം ആൾക്കാർ കണ്ടോട്ടെ എന്ന് പറയുന്നവരായിരിക്കുമല്ലോ ആ ഡ്രസ്സ് ഇടുന്നത്. അവർ കാണുന്നു, തുറച്ചു നോക്കുന്നു മൊബൈലിലൂടെ. ഇത് നേരിട്ട് തുറച്ചു നോക്കുന്നു, അത് മറ്റേത് മൊബൈലിലൂടെ തുറച്ചു നോക്കുന്നു. അപ്പൊ അവിടെ ഒരു ചോദ്യം വരുന്നത്, ഇപ്പോ പ്രൊഫഷണലായിട്ട് മോഡലിംഗ് ചെയ്യുന്നവരുണ്ട്, റീൽസിലൊക്കെ അത്തരത്തിൽ വസ്ത്രം ഉടുക്കുന്നവരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അത് മറ്റൊരാൾക്ക് മോശമായിട്ട് പെരുമാറാനുള്ള ഒരു ലൈസൻസ് എവിടെയാണ് മോശമായിട്ട് പെരുമാറുന്നത്? അങ്ങനെയാണ് ഇപ്പം ഞാനൊരു മോഡല് ഒരു ഹാഫ് ഇതായിട്ടുള്ളൊരു ഡ്രസ്സിങ് മോഡേൺ ഡ്രസ്സ് ഇടുന്നു, പകുതി മുക്കാൽ ഭാഗവും കാണിക്കുന്നു. ഇതിൽ ഞാനും ആൻസി നോക്കില്ലേ? അപ്പോൾ നമ്മൾക്കെതിരെ കേസ് കൊടുക്കണം, തുറച്ചു നോക്കില്ലേ? നോക്കും. നമ്മളത് ആസ്വദിക്കില്ലേ? നമ്മളും ആസ്വദിക്കാറുണ്ട്. അപ്പോൾ ഏറെക്കുറെ കുറച്ചുകൂടി ആരാസ്വദിക്കും? പുരുഷന്മാരാസ്വദിക്കും. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ ആൾക്കാരും ഇത് സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ അവരെല്ലാം ഇത് ആസ്വദിക്കുകയല്ലേ ചെയ്യുന്നത്? ആസ്വദിക്കാൻ വേണ്ടിയല്ലേ ഇടുന്നത്. നമുക്കങ്ങനെ മറ്റൊരാൾക്ക് ആസ്വാദനത്തിന് വേണ്ട, നമ്മുടെ ശരീരം മറച്ചു വെക്കണം. നമ്മുടെ ശരീരം നമ്മുടെ മാത്രമാണ്. മറ്റൊരാൾ കാണരുതെന്ന് വെച്ചാൽ പൊതിഞ്ഞു മൂടി വെക്കും. നമ്മുടെ ഒരു വസ്തു വേറൊരാൾ കാണരുതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പൊതിഞ്ഞു മൂടി വെക്കും. നമ്മുടെ വസ്തു മറ്റെല്ലാവരും കണ്ടോട്ടെ എന്ന് കരുതി നമ്മളത് ഓപ്പൺ ചെയ്തിടും. ഇത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പം ഇതിനകത്ത് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒരു പോസ്റ്റ് ഇട്ട്, ഞാൻ അതിൻ്റെ കുറച്ച് ഇത് വായിക്കാം. ഞരമ്പ് രോഗമുള്ള ആണുങ്ങളില്ല എന്ന് പറയുന്നില്ല, എല്ലാ ആണുങ്ങളും സത്യവാനാണെന്നും പറയുന്നില്ല. ജീവിതത്തിൽ മോശമായ ഒരുപാട് അനുഭവങ്ങൾ ഞരമ്പ് രോഗിയിൽ നിന്ന് നേരിടുകയും തക്ക സമയത്ത് ഞരമ്പ് രോഗത്തിന് പരിഹാരം കാണുകയും ചെയ്ത ആളാണ് എന്ന അനുഭവ സമ്പത്തിനെ മുൻനിർത്തി പറയട്ടെ. ഇക്കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു പെൺകുട്ടിയുടെ സാരിക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കിയ ഒരു വയസ്സായ മനുഷ്യനെ പഞ്ഞിക്കിടുന്ന വീഡിയോ. ആദ്യമേ തന്നെ ആണുങ്ങളോട് പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ച, ചേട്ട, സഹോദര, മകനെ, ദയവായി ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകാതെ ഇരിക്കുക. നിങ്ങൾക്കൊക്കെ സ്വന്തമായി ഒരു അമ്മ, ഭാര്യ, പെങ്ങൾ, മകൾ, കാമുകി ഒക്കെ ഇല്ലേ? അതുകൊണ്ട് ഒക്കെ തൃപ്തിപ്പെടുക. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് സംഘടിപ്പിക്കുക. ഇനി പറയാനുള്ളത് പെൺകുട്ടികളോടാണ്. അടങ്ങി ഒതുങ്ങി നടക്കുന്നവർക്ക് പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. ഞാൻ സാരി പതിവായി ഉടുക്കാറുണ്ട്. ഇന്നേ നാഴിക വരെ എൻ്റെ എങ്ങും ആരും ഒളിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിന് കാരണം സാരി ഉടുക്കേണ്ട പോലെ ഉടുക്കണം. കേട്ടിട്ടില്ലേ? കാടി ആയാലും മൂടി വെക്കണമെന്ന്. ഇതാ ഞാനും സാരി ഉടുത്ത ഒരു ഫോട്ടോ ഒപ്പം പങ്കുവയ്ക്കുന്നു. സാരി അത്യാവശ്യം ഒരു സെക്സി ഡ്രസ്സാണ്. പെണ്ണിൻ്റെ മനസ്സ് പോലെ അവൾ ആഗ്രഹിക്കും പോലെ ഉടുക്കാൻ കഴിയും. പുതിയ ട്രെൻഡ് മാറിടം പുറത്തിടാം, ഇത്ര % പോലെ. അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങൾ വെളിയിലിട്ട് വയർ പുറത്തിടാം, ഏതാണ്ട് പുറമ്പോക്ക് മിച്ച ഭൂമിയെ പോലെ. പട്ടയം കിട്ടിയതോ ഇല്ലാത്തതോ പോലെ. പുറകുവശം ചേന ചെത്തി കണ്ടിച്ച പോലത്തെ ബ്ലൗസും ഇടാം. ബ്ലൗസ് ഇടാതെ സാരി ഉടുക്കാം. അങ്ങനെ അത്യാവശ്യം എന്നല്ല, ഇത്രയും സെക്സി ആയുള്ള വസ്ത്രം വേറെയില്ല. പക്ഷേ അത് ഉടുക്കേണ്ട പോലെ ഉടുത്താൽ ഇത്രയും മനോഹരമായ ഒരു വേഷവും മറ്റൊന്നില്ല. പെൺപിള്ളേരെ പബ്ലിക് യാത്ര സൗകര്യം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി പരിഗണിക്കാം. ആരും നോക്കരുത്, തൊടരുത്, മുട്ടരുത് എന്നൊക്കെ ഉള്ളവർ സ്വന്തമായി വാഹനം ഉപയോഗിക്കുക. റീച്ച് കിട്ടാൻ ഏതറ്റം വരെയും പോകാം എന്നില്ല. വലതുവശത്തിരുന്ന അപ്പച്ചൻ ഒളിഞ്ഞു നോക്കിയാൽ വൃത്തിയായി ലെയർ അടുക്കി പിൻ ചെയ്ത സാരിയുടെ ഇടയിലൂടെ എന്ത് കാണും എന്നാണ്. ആ പെൺകുട്ടിയെ പിടിച്ചു ഞോണ്ടി തൊട്ടു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കും. അങ്ങോട്ട് നോക്കാതെ ഒരാൾ തന്നെ നോക്കുന്നത് ഈ കുട്ടി എങ്ങനെ കണ്ടു? തന്നെയുമല്ല, അയാളുടെ ബാഗിൽ കത്തിയും ബ്ലേഡും വരെ ഈ കുട്ടി എങ്ങനെ കണ്ടു? അത്രയും ആഴത്തിൽ ഈ കുട്ടി അയാളുടെ ബാഗ് പരിശോധിക്കാൻ ഇടയായ കാരണം എന്താണ്? നമ്മുടെ അടുത്ത സീറ്റിൽ ഒത്തിരി ആളുകൾ യാത്ര ചെയ്യാറില്ലേ? അവരുടെ ഒക്കെ ബാഗും കണ്ണിൻ്റെ നോട്ടത്തിൻ്റെ ദിശകളും നമ്മൾ നോക്കാറുണ്ടോ? ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഉയർന്ന ഒരു ചോദ്യങ്ങളാണ്. പിന്നുകൊണ്ട് കുത്തിയപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി പോലും. വീഡിയോ പിടിച്ച് വൈറലാകാൻ ശ്രമിക്കും മുന്നേ ആ ബസ്സിൽ ആരോടും എന്തേ പറഞ്ഞില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ 100% പബ്ലിക് പെൺകുട്ടികളുടെ ഒപ്പമേ ഉണ്ടാവും, അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരുന്നത്? പേരെടുക്കാൻ, റീലിട്ട് റീച്ച് കിട്ടാനും പണം സമ്പാദിക്കാൻ ഏതറ്റം വരെ പോകാനും തയ്യാറെടുക്കുന്നവരോട് റീച്ചല്ല, കീച്ച് കിട്ടാതെ നോക്കിക്കോണം. അപ്പനും ആങ്ങളെയും ഭർത്താവും മകനും ഒക്കെയുള്ള പെണ്ണുങ്ങളുടെ കൈക്കരുത്ത് അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഈ പബ്ലിസിറ്റി സ്റ്റണ്ട് പെണ്ണുങ്ങൾ. ആ പെൺകുട്ടി വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടു. അതിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ ചൊവ്വയിലും ചന്ദ്രനിൽ നിന്നൊക്കെ പഠിച്ചതാവും. എൻ്റെ പെൺകുട്ടികളെ, ഈ ചെറുപ്രായത്തിൽ ഇത്രയും മോശമായ ഭാഷയാണോ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്? പുരുഷന്മാരെ, നിങ്ങളുടെ വശത്ത് നിന്ന് ഒരു തെറ്റുണ്ടാകാതെ സൂക്ഷിക്കുക. കള്ളക്കേസുകൾ ആണെന്ന് തോന്നിയാൽ പിന്നെ ഇടം വലം നോക്കണ്ട. റീൽ ഉണ്ടാക്കുന്ന വിദ്യ നിങ്ങൾക്കും അറിയില്ലേ? ഇവളുമാർ ഒക്കെ വെറുതെ അങ്ങ് ഫേമസ് ആയിക്കോട്ടെ. നിങ്ങളായി അവസരം പാഴാക്കരുത്. ഇതെൻ്റെ അപ്പനും മകനും സഹോദരനും ഭർത്താവിനും ഒരുപോലെ ബാധകമായ കാര്യമാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും അത് മാത്രമല്ല,
ഇവരുടെ ഈ വ്ളോഗറുടെ കുറച്ച് ഇതും കൂടെ അതിനകത്ത് പങ്കുവെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ചോദിക്കുന്നുണ്ട്, ഒരു പ്രശ്നം വന്നാൽ അത് ഉറപ്പായിട്ടും ആ പെണ്ണിന്റെ കൂടെ ഒരിക്കലും. കാരണം നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രശ്നം ഉണ്ടായാൽ പലരും ഒന്നും കണ്ടില്ല. ഇപ്പൊ ബസ്സിൽ തന്നെ എടുക്കാം, ഒരുപാട് പെൺകുട്ടികൾ നമ്മൾ വീഡിയോ അല്ല, അത് തീർച്ചയായിട്ടും അത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള സംഭവമാണ്. ഇതിനു മുമ്പ് ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞോണം ജനം അല്ലെങ്കിൽ ഈ പറയുന്ന നിയമം പെൺകുട്ടികൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ബ്ലോഗർ ഇപ്പം ഈ പറയുന്ന എന്തുവായിരുന്നു പേര് മറന്നുപോയി, ഏഞ്ചൽ ബേബി എന്ന് പറയുന്ന ഈ ബ്ലോഗർ, അവരുടെ ബ്ലോഗിംഗ് ഒക്കെ എടുത്ത് നോക്കും. നേരത്തെയൊക്കെ കുറേയൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളവരാണ് പറഞ്ഞത്. അതിനകത്ത് 999 രൂപ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു, ഇന്ന ദിവസം അങ്ങോട്ട് വരും കാണാം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നോക്കുമ്പോൾ അതിൽ നിന്ന് അവരെന്താണെന്നുള്ള മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ജനം ചെകയും. ഇവരെന്താണ്, ഇവര് ഏതാണ്? ഈ ഒരു സന്ദർഭത്തിൽ വല്ല നവ്യ നായരോ മഞ്ജു വാര്യരോ അല്ലെങ്കിൽ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ച് അല്ലെങ്കിൽ അവർ അങ്ങനെ ഉള്ള ഒരു സ്ത്രീയാണ് പോട്ടെ, നമ്മൾ വേണ്ട നമ്മുടെ സോണിയാഗാന്ധി, അല്ലെങ്കിൽ പോട്ട് ഈ പറയുന്ന ഇപ്പം നമ്മുടെ വീണ ജോർജ്, അല്ലെങ്കിൽ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ, ഇവരൊക്കെ നന്നായിട്ട് മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരാണ് പറയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ജനം ആരുടെ കൂടെ നിൽക്കും? ആര്യ രാജേന്ദ്രനെയും വീണ ജോർജിനെയൊക്കെ തെറ്റായിട്ട്, ശൈലജ ടീച്ചറിനെയൊക്കെ തെറ്റായിട്ട് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ വ്യൂവിൽ കണ്ടിട്ടുണ്ട്. ഇല്ല, അവരുടെ പ്രൊഫൈൽ നോക്കിയാലും അത്ര ക്ലീൻ ആയിരിക്കും അല്ലേ? അപ്പം ശരിക്കും ശരീരം എക്സ്പോസ് ചെയ്യുന്നവരുടെ ശരീരം ആര് കണ്ടാലും എന്താണ് പ്രശ്നം? അത് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ എക്സ്പോസ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി നാട്ടിലുള്ളവരും എല്ലാരും വന്ന് ഡയറക്റ്റ് എന്റെ നാട്ടിലുള്ളവർ കാണാനല്ലേ വ്ലോഗ് ചെയ്തത്. അങ്ങനെ ഇതിപ്പോ ഒരു അപ്പച്ചനല്ലേ കണ്ടോളൂ, ഒരു വൃദ്ധനല്ലേ കണ്ടോളൂ. എനിക്കിപ്പോ അസ്വസ്ഥമുണ്ടാക്കുന്ന നോട്ടം അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും, അത് ഞാനിപ്പോ എക്സ്പോസ് ചെയ്യുന്ന ആളായാലും എക്സ്പോസ് ചെയ്യാത്ത ആളായാലും, എന്നെ ഡിസ്റ്റർബ് ചെയ്ത ഒരാള് നമ്മൾ പ്രതികരിക്കും. അതെങ്ങനെയാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ചിലപ്പോൾ ആ പെൺകുട്ടി ഇത്തരത്തിലുള്ള ആൾക്കാര് ഇടുന്ന പകുതി ഹാഫ് ഇതൊക്കെ ഇടുന്ന ആൾക്കാർ സൂം ചെയ്താണ് ഡിസ്റ്റർബ് ചെയ്ത് കാണുന്നത്. അത് അവരെ അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇവര് ഈ നോട്ടം ആ വൃദ്ധനെ നോക്കിയതുകൊണ്ടാണല്ലോ അവര് കണ്ടത്. അവരുടെ കാര്യം നോക്കിയിരുന്ന അവര് കണ്ടിട്ട് പോയിക്കോട്ടെ, കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഉടുക്കുന്നത്. ഇപ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരാതി പറയാൻ പോലും പേടിയാണ്. കാരണം ഇത് ഒരു പക്ഷേ അത് ശല്യം ചെയ്തു. ഇപ്പൊ നമ്മൾ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു, സ്വാഭാവികമായിട്ട് നമ്മളുടെ ഡ്രസ്സ് എങ്ങനെയാണോ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പുരുഷന്മാർ നോക്കും, സ്ത്രീകളും നോക്കും അല്ലേ? നമ്മളൊരു ഇപ്പൊ ആൻസി നല്ലൊരു ഡ്രസ്സ് ചെയ്താണ്ട് ഇന്ന് നല്ലൊരു ഗൗണൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നേ, ഞാൻ രാവിലെ നോക്കി ആ കൊള്ളാലേ ഗൗൺ, അത് സ്ത്രീ എന്നുള്ള രീതി ഞാനും നോക്കും. ഇനി പുരുഷന്മാരാണെങ്കിൽ ഇപ്പൊ ആൻസി വരുന്ന വഴിയിൽ ഈ പറഞ്ഞ ആമ്പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആമ്പിള്ളേർ കൊള്ളാലോ കൊച്ചിന്റെ ഗൗണ്, അതൊന്ന് ശ്രദ്ധിക്കും. അല്ലെങ്കിൽ കൊച്ചിന് ആ ബോഡിയിൽ അത് അനുയോജിതമാണല്ലോ. സൗന്ദര്യം എന്ന് പറയുന്നത് ആസ്വദിക്കാനല്ലേ, അപ്പൊ അവരത് ആസ്വദിച്ചു. ഇനി അതല്ല, നമ്മുടെ ശരീരത്തിലേക്ക് അവർ കടന്നു കയറുകയാണെന്നുണ്ടെങ്കിൽ ആ കൈവെട്ടം തന്നെ ഞാൻ പറയും. അത് വേറൊരാള് പരാതിപ്പെടുന്നതിന് മുമ്പ് നമ്മൾ തന്നെ അതിന് പ്രതിരോധിക്കാൻ പഠിക്കണം. അപ്പൊ അതല്ല ഇദ്ദേഹം ചെയ്തത്. ഇദ്ദേഹം അങ്ങനെ പിടിച്ചു മാന്തി എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞോണോ അങ്ങോട്ടും ഒരു പിന്നെടുത്ത് കുത്തി എന്നാ പറഞ്ഞത് അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ബസ്സുകളിലൊക്കെ നടക്കുന്നുണ്ട്, ഈ പുറമേ നടക്കുന്നുണ്ട്. നമ്മളെ വന്ന് ആവശ്യമില്ലാത്ത നമ്മളുടെ സ്വകാര്യ ഭാഗങ്ങൾ കൈയെടുത്തുക, അല്ലെങ്കിൽ നമ്മളുടെ ഇത് കണ്ടുകൊണ്ട് അവർ ലൈംഗിക വൈകൃതങ്ങൾ നടത്തുക. ഇപ്പൊ ആൻസി ഇൻട്രോയിൽ പറഞ്ഞതുപോലെ സ്വയംഭോഗം ചെയ്യുക. അപ്പൊ ഇത്തരത്തിൽ നമ്മളെ നോക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുകയാണ്, അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഇപ്പോൾ ഒരാള് ഈ പറഞ്ഞതുപോലെ അത് ഡിസ്റ്റർബൻസ് മീൻസ് അത് ഒരു സൊസൈറ്റിക്ക് മാന്യതയ്ക്ക് ചേർന്നതല്ല. സോഷ്യലി അത് പബ്ലിക്കായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമല്ല. ആ വ്യക്തിയുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടേതായ പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ നിയമം അതിന് ബാധകമായിരിക്കും. നിയമം പറയണം നിങ്ങൾ അങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്താ പറയുന്ന പെൺകുട്ടികളെ നിങ്ങൾക്ക് ആസ്വദിക്കുകയാണെങ്കിൽ നിങ്ങൾ കയറി പിടിച്ചു എന്നൊക്കെ ഈ ജനാധിപത്യ നിയമം മാറണം. അതെന്തായാലും മാറാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിയമത്തിനനുസരിച്ച് ഇപ്പം തുറിച്ചു നോട്ടം എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത നോട്ടം, തുറിച്ച് ആസ്വദിക്കുന്ന നോട്ടമുണ്ട്, വേറെ നോട്ടമുണ്ട്, ലൈംഗിക ചേഷ്ടയോടെ കാണുന്ന നോട്ടമുണ്ട്. അപ്പൊ അത് നമ്മൾ നിന്നു കൊടുക്കാതിരിക്കുക, നമ്മളും കൂടെ സൂക്ഷിക്കുക. നമ്മളുടെ ശരീരം എക്സ്പോസ് ചെയ്യുമ്പോഴാണല്ലോ ഒരു വ്യക്തി കാണുന്നത്. അത് നമ്മൾ എന്തിനാണ് എക്സ്പോസ് ചെയ്യുന്നത്? മറ്റൊരാൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ. അത് ആണും പെണ്ണും കാണാനാണല്ലോ.
ഇപ്പം ഞാനൊരു സാരി അല്ലെങ്കിൽ ഞാൻ കുറച്ച് എക്സ്പോസ് എൻ്റെ വയറും അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ ചില ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ഞാനൊരു ഡ്രസ്സ് ഇടുവാന്ന് വിചാരിച്ചോ, അതെന്തിനാ ഞാൻ ഇടുന്നേ? എല്ലാവരും ഒന്ന് കാണട്ടെ, എൻ്റെ ശരീരത്തിന് അനുയോജ്യമായ ഡ്രസ്സാണ്, എല്ലാവരും ഒന്ന് കാണട്ടെ. അല്ലാതെ നമ്മൾ ഡ്രസ്സ് ഇടുമോ? മറ്റുള്ളവരെ കാണിക്കാനും കൂടെ ആണല്ലോ ഡ്രസ്സ് ഇടുന്നത്. ശരീരം മറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇല്ല പുതപ്പ് പോലെയുള്ള എന്തെങ്കിലും എടുത്തങ്ങ് മൂടിയാൽ പോരെ. പണ്ടത്തെ സന്യാസിമാരും ഒക്കെ ഓടുന്നത് പോലുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് സാരിയൊക്കെ ചുറ്റി മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നടന്നാൽ പോരെ. നമ്മളൊക്കെ എന്തിനാണ് ഡ്രസ്സ് ഇടുന്നത്? മറ്റുള്ളവർ പറയണം ഇത് കൊള്ളാം, നിന്റെ ശരീരത്തിന് ഇണങ്ങുന്നു എന്ന് പറയണം അല്ലേ? അപ്പോൾ ആ ശരീരത്തിന് ഇണങ്ങുന്നു എന്ന് പറയുന്നിടത്താണ് നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ എക്സ്പോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇടുന്നതും മറ്റുള്ളവരെയും കൂടെ കാണിക്കാൻ, എനിക്കിത് എൻ്റെ സൗന്ദര്യം മറ്റുള്ളവർ ആസ്വദിക്കട്ടെ, അവർ നല്ലത് പറയട്ടെ എന്ന് കരുതാൻ. അത് നല്ല വശമുണ്ട്, അതിൻ്റെ ചീഞ്ഞ വശമുണ്ട്. ഇപ്പം നമ്മൾ മാന്യമായിട്ടുള്ളതും എന്നാൽ നമുക്ക് ആപ്റ്റായിട്ടുള്ള ഡ്രസ്സും ഇട്ട് നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഒരുങ്ങി വന്നാൽ കൊള്ളാം, ഭംഗിയുണ്ട് എന്നെല്ലാവരും പറയും. അതിലും ചൂഴ്ന്ന് നോക്കുന്ന കണ്ണുകൾ, ഇപ്പം അത്യാവശ്യം എല്ലാം മൂടി, ഇപ്പം അത്യാവശ്യം എല്ലാം മൂടിയാണല്ലോ ഗൗൺ ഇട്ടേക്കുന്നത് അല്ലേ? ഇതല്ലാത്ത ഗൗണുകളും ഉണ്ടല്ലോ അല്ലേ? അപ്പം അത് കൊള്ളാം, ഭംഗിയുണ്ട്, ആൻസിയെ കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ട് എന്ന് പറയാം. പക്ഷേ ഇത് അവിടെ ഇവിടെയൊക്കെ വെട്ടി ചെത്തി മിനുക്കി ഈ ദീപ പറഞ്ഞതുപോലെ ചേന അല്ല ചെത്തി കളയുന്നത് പോലെ ബ്ലൗസിൻ്റെ പുറകിലൊക്കെ ചെത്തി കളഞ്ഞിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ പെണ്ണും നോക്കും ആണും നോക്കും. എന്നാൽ പെണ്ണിനെതിരെയും കേസ് കൊടുക്കണം. തന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഒരു പെണ്ണ് നോക്കുമ്പം അതിൽ കേസില്ല, ആണ് നോക്കുമ്പോ എങ്ങനെയാണ് കേസില്ല? അവരുടെ നോട്ടത്തിൽ വരെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു ആണ് ലൈംഗിക ചേഷ്ട കാണിച്ചാൽ ആ വ്യത്യാസമുണ്ട്. ഇപ്പം ഇത് കണ്ടിട്ട് ഒരു വല്ലാത്ത ലൈംഗിക ചേഷ്ട കാണിക്കട്ടെ, അല്ലെങ്കിൽ അവൻ സ്വയംഭോഗം ചെയ്യട്ടെ, അല്ലെങ്കിൽ അവര് അങ്ങനത്തുള്ള വൃത്തികേട് കാണിക്കട്ടെ, അതിൽ നമുക്ക് പരാതിപ്പെടാൻ, കേസ് കൊടുക്കാം. അവൻ എന്നെ വെച്ചു, നേരിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അല്ലെങ്കിൽ ഒരാൾ സൗന്ദര്യം ആസ്വദിച്ചിട്ട് പോട്ടെ, സൗന്ദര്യം ആസ്വദിക്കാനാണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഇടുന്നത്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന വ്ളോഗേഴ്സിൻ്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയാൽ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്യുന്നു. എത്രയോ പേര് ഈ പറയുന്ന, ഞാൻ ആദ്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും കൂടെ പച്ചയ്ക്ക് പറയാൻ പറ്റില്ല, എത്രയോ പേര് ലൈംഗിക ചുവയുള്ള ഭാഷകൾ ആ കമൻറ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, ലൈംഗിക കണ്ണുകളോട് അവരെ നോക്കുന്നുണ്ടായിരിക്കും, ഈ പറഞ്ഞതുപോലെ സ്വയംഭോഗം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ട് അത് അവരറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം എന്നെ വെച്ച് ആരും ഇങ്ങനെ ചെയ്യരുത് എന്ന്, അല്ലെ എന്നെ ഇങ്ങനെ ആരും കാണരുത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിക്കുക. ഇനി അതല്ല, നിങ്ങൾ എന്തോ ആയിക്കോ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് റീച്ച് വേണം എന്നുള്ളതാണെങ്കിൽ അതിന് വേണ്ടി വിട്ടുകൊടുക്കുക. അല്ലാതെ ഒരാളുടെ അത് കൊണ്ടുവന്ന് പ്രതിക്കൂട്ടിലാക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പുരുഷന്മാരോട് പറയാൻ, ഇന്നത്തെ കാലം ഒരു വല്ലാത്ത കാലമാണ്. എങ്ങനെ പോയാലും പണി കിട്ടും. അതുകൊണ്ട് നിങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ സൗന്ദര്യം ആസ്വദിച്ചോളൂ, അത് നല്ലത്. ഇപ്പം സ്ത്രീ എന്ന് പറയുന്നത് ഒരു ദൈവം സൃഷ്ടിച്ച ഒരു പവിത്രമായിട്ടുള്ള നല്ലൊരു ഒരു ജീവി തന്നെയാണ്, ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അത്രയും അഴകുറ്റ ഒരു സൗന്ദര്യം മറ്റൊന്നും ഒരുപക്ഷെ പുരുഷന് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിനെ ആസ്വദിച്ചോളൂ, പക്ഷെ അതിനെ മലിനമാക്കുന്ന തരത്തിൽ നിങ്ങളുടെ കണ്ണുകൾ പോകരുത്. അതിനെ ആസ്വദിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട് ആസ്വദിക്കാൻ സ്ത്രീകൾ അങ്ങനെ വരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആസ്വദിച്ചോളൂ, പക്ഷേ അതിനെ മലിനമാക്കുന്ന തരത്തിൽ നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ ലൈംഗിക ചേഷ്ടകളും പോകാതിരിക്കുക. പിന്നെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ ഭാര്യയും പെങ്ങളുടെയും അല്ലെങ്കിൽ അല്ലേ അമ്മയൊക്കെ, അമ്മ ഇപ്പം നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്തോണ്ട് എൻ്റെ അമ്മയെ കാണാൻ എന്ത് ഭംഗിയാണ്, അത് വേറൊരു രണ്ട് രീതിയിലുള്ള ആസ്വാദനമുണ്ട്. സെക്ഷുവലുള്ള ആസ്വാദനമുണ്ട്, നല്ല കണ്ണോടുള്ള ആസ്വാദനമുണ്ട്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാം. അതൊരു പക്ഷെ ഭാര്യയുടെ അടുത്താവാം, കാമുകിയുടെ അടുത്താവാം. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ദീപ പറഞ്ഞതുപോലെ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ആസ്വദിക്കുക. വേറെ പുറത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ ആസ്വദിക്കാൻ നിന്നാൽ എപ്പോഴാണ് ക്യാമറ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിയുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. ഒരു പക്ഷേ കുടുംബമായിട്ടൊക്കെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റിയ അബദ്ധം പോലെ കുടുംബമായിട്ടൊക്കെ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് ചെന്ന് ഇടിച്ചേറി ചാറ്റും ഇതൊക്കെ ചെയ്തിട്ട് അവസാനം പണി കിട്ടുന്നത്, പണ്ട് പറയും ഇല വന്ന് മുള്ളെ വീണാലും മുള്ളു വന്ന് ഇലയെ വീണ് ഇലയ്ക്കാ കിടന്ന് ഇല പെണ്ണായിട്ടാണ് അന്നൊക്കെ പ്രതിനിധീകരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം ഇലയെ ആണായിട്ടാണ് ചിലപ്പോഴൊക്കെ പ്രതിനിധീകരിക്കുന്നത്. എന്ത് തന്നെയായാലും നമുക്കാവാം. ഇതേപോലെ തന്നെ ഇത്തരം ഇപ്പം ആ ഏഞ്ചൽ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇങ്ങനെ ഒരു പോസ്റ്റൊക്കെ ഇട്ടത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് അതിലൊരു കൃത്യതയില്ല. കാരണം ആ വൃദ്ധർ ഈ ഫോണിലോട്ടാണോ നോക്കുന്നത്? കാരണം നന്നായിട്ട് പ്ലീറ്റൊക്കെ ചെയ്ത് നന്നായിട്ടാണ് സാരി കൊടുത്തത്, അതിലൊരു കൃത്യതയില്ല. പിന്നെ അനാവശ്യമായിട്ട് റീച്ച്
റീച്ച് കിട്ടാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ശരി ഇത് തെറ്റേതെന്ന് ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണ് ജനങ്ങൾക്കുള്ളത്. നമ്മളുടെ ശരിക്കും ഈ സ്ത്രീകൾ ചെയ്യേണ്ട ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസായാലും ഏത് കേസുകളാണ് ആണുങ്ങൾക്കെതിരെ കൊടുക്കുമ്പോൾ സത്യസന്ധമായിട്ട് കൊടുക്കുക. കാരണം ശരിക്കും നീതി തേടി പോകുന്ന സ്ത്രീകൾക്ക്, എൻ്റെയൊക്കെ ഒരു അനുഭവമുണ്ട്, നീതി തേടി പോകുന്ന സ്ത്രീകൾക്ക് ഒരു പക്ഷെ നീതി കിട്ടായിക വരും. അപ്പം അവർ വിചാരിക്കും ഇതൊക്കെ സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. സ്ത്രീകൾ അനാവശ്യമായിട്ട് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളിങ്ങനെ ആണുങ്ങളെ ബലിയാടാക്കുമ്പോൾ ശരിക്കും നീതി കിട്ടേണ്ടുന്ന സ്ത്രീകൾക്ക് ഇത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഏതായാലും സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഈ ആനുകൂല്യങ്ങൾ, ഈ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ അവർ ചിലപ്പോഴൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ കാര്യമൊക്കെ പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ബസ്സിലൊക്കെ ഇപ്പോൾ ഈ പെൺകുട്ടി നേരിട്ട ഒരു അനുഭവം, അതുപോലെ തന്നെ ബസ്സിൽ ഇപ്പോൾ കുഞ്ഞുകുട്ടി വലിയ കുട്ടി അങ്ങനെ പ്രായഭേദം എന്നെ ഇല്ലാതെ വളരെ ഞരമ്പ് രോഗം കാണിക്കുന്നത്, അതായത് വന്ന് തോണ്ടുക അല്ലെങ്കിൽ വന്ന് ഒട്ടി നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നേരിടുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പലരും പ്രതികരിക്കില്ല. ചിലപ്പോ അല്ല, ഇതിപ്പം ഏഞ്ചൽ എന്ന് പറഞ്ഞ വീഡിയോ എടുത്ത് പിന്നീട് വ്ലോഗ് ആക്കിയ ചെയ്ത്, പക്ഷെ ഓൺ ദ സ്പോട്ട് ഈ വീഡിയോ അപ്പോഴേ എടുത്തിട്ടിട്ട് ഉടനെ ബസ്സിൽ എത്രയോ ആൾക്കാരുണ്ട് എന്നെ ഇങ്ങനെ തൊട്ടു, അതൊന്നും പറയുന്നില്ല, തുറിച്ചു നോക്കി എന്നുള്ളതേ പറയുന്നുള്ളൂ. ഒരു പക്ഷെ തുറിച്ചു നോട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാനും പറ്റുന്നില്ല. ഒരു പക്ഷെ പ്രായം ചെന്ന മനുഷ്യൻ ചിലപ്പോൾ മൊബൈലിൽ നോക്കിയതായിരിക്കും, എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കൃത്യതയോടെ നിങ്ങളുടെ ശരീരത്തേക്ക് ഒരാൾ കടന്നു കയറുകയാണ്, കടന്ന് ആക്രമിക്കുകയാണ്, കാരണം തിരക്കുകളാണ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കുക. ഒന്നും വേണ്ട, കൈയുണ്ടല്ലോ, തിരിച്ചൊരെണ്ണങ്ങ് പൊട്ടിക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം ആൾക്കാർ വന്നോളും. സ്ത്രീകളുടെ കൂടെയാണ് എല്ലാവരും ഉള്ളത്. അത് ദുരുപയോഗം ചെയ്യാതിരിക്കും. പക്ഷെ പലർക്കും ആ ഒരു സ്പോട്ടിൽ ചിലപ്പോൾ പ്രതികരിക്കാൻ കഴിയാതെ, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അത്രയും ഒരു ധൈര്യം ഇല്ലാത്ത പിള്ളേരുണ്ടാകും. പക്ഷെ അത്തരത്തിലുള്ള മോശം ആ ധൈര്യം ഉണ്ടാക്കിക്കൊടു. ഇപ്പൊ നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകരുടെ ധൈര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടുന്ന ഓരോ വീടുകളിലാണ്, പ്രത്യേകിച്ച് അച്ഛനും അമ്മയാണ്. അച്ഛൻ മക്കൾക്ക് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ചില കാര്യം, അമ്മ പറഞ്ഞു കൊടുക്കുക, ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞു കൊടുത്ത് ബലപ്പെടുത്തി മക്കളെ ആര് എങ്ങനെ നിങ്ങളെ ഇത് ഇത്തരത്തിൽ ടച്ച് ചെയ്താലും അപ്പോഴേ പ്രതികരിക്കണം, അപ്പോഴേ ആൾക്കാരോട് പറയണം, മനസ്സിൽ വെക്കരുത്. ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്കാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അവരൊക്കെ വലിയ ട്രോമയിലോട്ട് പോകും ആരോട്. പക്ഷേ എപ്പോഴും കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എപ്പോഴും ഞാൻ ഇത് ഇപ്പോൾ നമുക്ക് ചർച്ചകൾ മാറിപ്പോകുന്നു, എന്നാലും പറയാതിരിക്കുക. സോഷ്യൽ മീഡിയ ജെൻസി കുട്ടികളുടെ ഒരു കലാപം ഇന്നലെ നടന്നു. എന്തിനാണ്? സോഷ്യൽ മീഡിയ ഫുൾ അവിടെ കട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് കലാപം നടന്നത്. അപ്പം സാധാരണ ജെൻസി കുട്ടികളൊന്നും ഒരു പ്രതിഷേധത്തിനും കലാപത്തിനും ഒന്നും ഇറങ്ങത്തില്ല. കാരണം ഒരു സമരത്തിനോ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കോ ഒന്നും ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഇറങ്ങത്തില്ല. പക്ഷേ നേപ്പാളിൽ വലിയൊരു കലാപമാണ് നടന്നത്. എന്തുകൊണ്ടാണ്? അവിടുത്തെ സോഷ്യൽ മീഡിയ ഇല്ലാണ്ടാക്കി എന്നുള്ളത്. അതിൻ്റെ പേരിലാണ് ഇത്രയും. കാരണം അഡിക്റ്റഡ് ആണ് പലരും. ഈ സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ പേരൻസ് ഇപ്പം ഞാനാണെങ്കിലും ആൻസി ആണെങ്കിലും കൂടുതൽ ഫോണിനകത്തോട്ടാണ് നമ്മുടെ ശ്രദ്ധ. നമ്മൾ പരിസരം മറന്നു പോകുന്നു, നമ്മൾ ഫോണിനകത്ത് തന്നെ ജീവിക്കുന്നു, മരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുക. അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ കുട്ടികളോടൊപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, അവരുടെ പ്രശ്നങ്ങളിലേക്ക് അപ്പോൾ അവർ തുറന്നു പറയും. ഇത് വീടുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. പിന്നെ സ്കൂളുകളിൽ ഇതിനൊക്കെ ഒരു ഇത് ഇനിയെങ്കിലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിനോട് പ്രതികരിക്കാൻ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഭയമായിരിക്കും. അത് മാറ്റിയെടുക്കുക. സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കണ്ണൊക്കെ മാറ്റിയിട്ട് പെൺകുട്ടികളോട് കുറച്ചുകൂടിയൊക്കെ, വീട്ടിൽ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധ ചെലുത്തി അവരോടൊപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. അവർക്ക് വേണ്ടുന്ന ധൈര്യം കൊടുക്കുക. വേണമെങ്കിൽ ഇച്ചിരി കുംഫുവോ കരാട്ടയൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, തിരിച്ചു കൊടുക്കാമല്ലോ. പിന്നെ നിയമത്തിന്റെ വശങ്ങളിൽ തേടിപ്പോകാം. ആദ്യം നന്നായിട്ട് പ്രതികരിക്കുക, കിട്ടുന്നത് എടുത്ത് വെച്ച് കൊടുക്കുക തിരിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ പെൺകുട്ടികളെ എന്തെങ്കിലും ഇത്തരത്തിൽ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായാൽ പ്രതികരിക്കാൻ പഠിപ്പിക്കുക. കൂടെ ഇന്നത്തെ കാലത്ത് ഒരു കാര്യം കൂടി പഠിപ്പിച്ച് വെച്ചേക്കണം, അതായത് നമ്മൾ പ്രതികരിച്ചാൽ നമ്മുടെ ഡ്രസ്സിങ്ങും നമ്മുടെ പിന്നാമ്പുറവും നോക്കി പോകുന്ന ആൾക്കാർ കൂടി സമൂഹത്തിലുണ്ട്. അപ്പോൾ അതും കൂടി അവരെ ഒന്ന് അവെയർ ആക്കി വെച്ചിരിക്കാം.